ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പല എപ്പിസോഡുകളിലും ഇതൊക്കെ വരുന്നുമുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ചൊരു മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് കഥയിലെ എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പലരും പറയുന്നത് റോങ് അപ്ഡേറ്റ്, അങ്ങനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജൊക്കെ ഇടുന്നുണ്ട്. പലരും അത് കഴിയുമ്പോൾ ആ എപ്പിസോഡുകൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും കഥ ഇതുപോലൊക്കെ തന്നെയാണ് അങ്ങോട്ട് പോകുന്നതെന്നുള്ള കാര്യം. അതുപോലെ വരുന്ന ഒരു എപ്പിസോഡിൽ വരാൻ പോകുന്ന കാര്യമാണ് കേട്ടോ, നമ്മുടെ ഡേവിഡിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഡേവിഡിനെ നന്ദു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ്. അങ്ങനെ അതിന് കാരണക്കാരിയാകുന്നത് നമ്മുടെ നവ്യ തന്നെയാണ്. എം ജ്വല്ലറിയുടെ അടിവേര് പിഴുതെറിയണം എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മുടെ നവ്യ നടക്കുന്നത്. അങ്ങനെ നവ്യയുടെ ആ ഒരു ബുദ്ധി പ്രയോഗിച്ചിട്ടാണ് കേട്ടോ ഡേവിഡിനെ കുരുക്കുന്നത്. നന്ദുവാണ് അത് ചെയ്യുന്നത്. അങ്ങനെ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡേവിഡിനും നാഗേന്ദ്രയ്ക്കും ഒക്കെ ഒന്ന് ശത്രുതയാവുകയാണ് നമ്മുടെ നന്ദുവിനോട്. അതുപോലെ തന്നെ അവന്തിക വിവാഹം കഴിക്കാനിരിക്കുന്ന അനിയെ യുടെ മനസ്സിൽ മുഴുവൻ നന്ദു ആണെന്ന് കൂടി അറിയുമ്പം നമ്മുടെ നാഗേന്ദ്ര വെറുതെ ഇരിക്കുമെന്നൊന്നും തോന്നുന്നില്ലല്ലോ. ആ എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമ്മുടെ അനിയാണ് കേട്ടോ കാണിക്കുന്നത്. അനി ഇങ്ങനെ ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അനി പോയിക്കൊണ്ടിരിക്കുന്നിടത്ത് ഒരു കട എത്തുമ്പോഴേക്കും ആ കടയിലേക്ക് കയറാൻ വേണ്ടി വണ്ടി ഒന്ന് ഒതുക്കി വെച്ചിട്ട് അവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് നന്ദു ഓപ്പോസിറ്റ് വരുന്നത്. അപ്പം നന്ദു അനിയുടെ വണ്ടി കാണും. അനിയാണ്ട് നിൽക്കുന്നല്ലോ, ഇതെന്താ ഇവന് ഇവിടെ നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നന്ദുവും അവിടെ വണ്ടി ഒതുക്കിയിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് അനിയെ വിളിക്കുകയാണ്, അനി എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അനി ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ അനി നന്ദു നീയും എത്തിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ പിന്നെ 2 ജ്യൂസ് ആയിക്കോട്ടെ, നമുക്ക് 2 പേർക്കും ഓരോ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറയാം. അങ്ങനെ അനി ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് നന്ദുവിന് കൊടുക്കുക. അങ്ങനെ 2 പേരുടെ കടയുടെ വെളിയിൽ നിന്ന് തന്നെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പം അനി നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു ആകെ മൊത്തം പ്രശ്നമായിരിക്കുക, ഒരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയാണെന്ന് പറയാം. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇപ്പം പ്രത്യേകിച്ച് എന്താ, ഇതൊക്കെ ഉള്ള കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, അതല്ല, അവന്തികയുടെ കാര്യം ഭയങ്കര സീരിയസ് ആയിട്ട് തന്നെ വരികയാണ്. അവന്തികയ്ക്ക് ഇപ്പം എന്നെ തന്നെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. അതിനാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും സപ്പോർട്ടാണ്, എൻ്റെ അമ്മ പ്രത്യേകിച്ച്. അവന്തിക മോളുമായിട്ടുള്ള വിവാഹം വളരെ നല്ലതാണെന്നും ഇതിനെക്കുറിച്ചൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നെന്നും വീട്ടിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെന്നുള്ള കാര്യം പോലും ഞാൻ ഓർത്തില്ല, ഇപ്പോഴാണ് മനസ്സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മയുടെ നിൽപ്പ്. അങ്ങനെ എല്ലാവരും കൂടി അതിനെ അങ്ങ് സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് എതിർക്കാൻ പറ്റുന്നില്ല. ആദർശേട്ടനോടും നയനേച്ചിയോടും വരെ ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. എൻ്റെ മനസ്സിൽ അവന്തികയില്ല, അവളെ ഒരു സഹോദരിയെ പോലെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവളുടെ വിവാഹം കഴിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നയനേച്ചി എന്നോട് ചോദിക്കുകയാണ്, അത് നിൻ്റെ മനസ്സിൽ നന്ദു ഉള്ളത് കൊണ്ടല്ലേ, ഇപ്പോഴും നിൻ്റെ മനസ്സിൽ നന്ദു ഉണ്ടോ എന്നൊക്കെ. ഞാൻ ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത് നന്ദു, നമ്മുടെ വിവാഹം നടന്നില്ലെങ്കിൽ പോലും അവന്തികയുമായിട്ടൊരു വിവാഹത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറയാം. അപ്പം നന്ദു പറയാം, എൻ്റെ അനി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഇത്രയധികം ദേഷ്യപ്പെടാനും ആകുലപ്പെടാനും ഒന്നും ഇല്ലല്ലോ. നിനക്ക് അവന്തിയെ വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ അത് വേണ്ട എന്ന് എല്ലാവരോടും പറയണം, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയാം. അപ്പം അനി പറയുന്നുണ്ട്, നിനക്കറിയാൻ മേലാഞ്ഞിട്ടാ, അവിടെ എല്ലാവരും കൂടെ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അവരങ്ങ് നടത്തിക്കളയും. അനാമികയുടെ കാര്യം തന്നെ അറിയാമല്ലോ, അവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് ഇപ്പോഴും ആ മാരണ എൻ്റെ തലയിൽ നിന്ന് ഊരിപ്പോയിട്ടില്ല, ഇനിയാണ് അടുത്തത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല നന്ദു എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അനി നീ ടെൻഷൻ അടിക്കാതെ എന്ന് പറയുമ്പോൾ അനി പറയാണ്, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടായില്ലെങ്കിൽ പോലും ഞാൻ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോൾ അന്തു പറയാം, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്ന്. വീണ്ടും ഇനി നീ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുകയാണോ? നീ ഇപ്പോൾ ഒരു കമ്പനിയുടെ MD സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അത് നീ മറക്കരുത്. മൂർത്തീസ് ജ്വല്ലറി പോലൊരു സ്ഥാപനത്തെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന നീയാണ്. എന്നിട്ട് ഇങ്ങനെയുള്ള ബാലിശമായ ചിന്തകളൊക്കെ നിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റണം എന്ന് പറയണം. പനി പറയുന്നുണ്ട്, എങ്ങനെ മാറ്റാനാ, അല്ലെങ്കിൽ നീ ഒന്ന് സമ്മതിക്കും, നമുക്ക് എവിടെയെങ്കിലും പോയി വിവാഹം കഴിക്കാം, മറ്റുള്ളവരുടെ ആരുടെയും സമ്മതം നമ്മൾ നോക്കണ്ട, നമ്മൾ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ, പ്രായപൂർത്തിയായവരല്ലേ. അതുമാത്രമല്ല നീ ഞാനും ഒക്കെ ഒന്ന് നിലനിൽക്കാൻ കഴിയുന്നവരുമാണ്. അങ്ങനെയുള്ളവർ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ നന്ദു, നീ വിചാരിച്ചാൽ മതി, നമുക്ക് എവിടെയെങ്കിലും പോയി വിവാഹം കഴിച്ച് ജീവിക്കാം, സ്വത്തും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട. അപ്പം നന്ദു പറയാം, അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ അനി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരു തീരുമാനം നമ്മുടെ സ്വാർത്ഥത മാത്രം ഓർത്ത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് 2 കുടുംബങ്ങളെ വേദനിപ്പിക്കും എന്നുള്ള കാര്യം മറക്കാൻ പറ്റുമോ? നിൻ്റെ കുടുംബത്തിലുള്ളവരെയും അതുപോലെ നിൻ്റെ ഏട്ടന്മാരെയും പിന്നെ എൻ്റെ ചേച്ചിമാരെയും അവരുടെ ജീവിതം കൂടി നമ്മൾ നോക്കണ്ടേ? അവർ അനന്തപുരിയിലെ മരുമക്കളായിരിക്കുന്നിടത്തോളം കാലം അവരുടെ സന്തോഷവും സമാധാനവും കളഞ്ഞിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല നീ എന്ന് പറയാം.
അപ്പം അനി പറയുന്നുണ്ട്, നന്ദു വളരെ നിസ്സഹായാവസ്ഥയിലാണ്. ഇനിയിപ്പം അവരെന്നെ നിർബന്ധിച്ച് ആ അവന്തികയെ എൻ്റെ തലയിലെങ്ങും കെട്ടിവെച്ചാൽ പിന്നെ എന്നെ ജീവനോടെ നിങ്ങളാരും കാണാൻ പോകുന്നില്ല എന്ന് പറയുക. അപ്പം നന്ദു ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴേക്കാണ് കേട്ടോ ആ സമയത്ത് ആ നവീൻ അതുവഴി അങ്ങ് വരികയാണ്. അപ്പം നവീൻ വരുമ്പോൾ നവീൻ കാറിലിരുന്ന് കാണുന്നുണ്ട് നന്ദു അനിയും കൂടെ നിന്ന് സംസാരിക്കുന്നത്. നവീനാണെങ്കിൽ വണ്ടി അവിടെ മാറ്റി നിർത്തിയിട്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം നവീൻ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അനി നന്ദുവിനെ വിടാനുള്ള ഭാവമില്ല. ഇവൻ എങ്ങനെയെങ്കിലും അവന്തികയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ മനസ്സമാധാനമായേനെ. ഇപ്പം ഇവൻ്റെ മനസ്സിൽ മുഴുവൻ ഇവളാണെന്നാണ് തോന്നുന്നത്. പരസ്പരം രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുന്നുമുണ്ട് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുക. അപ്പോൾ നന്ദുവിനോട് ഇങ്ങനെ സംസാരിച്ചിട്ട് നന്ദുവിൻ്റെ കയ്യിൽ ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അനി. ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് നവീന് കൺട്രോൾ അങ്ങ് പോവാണ്. നവീൻ അവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരിക. ഇറങ്ങി വന്നിട്ട് അവിടെ നിന്നിട്ട് അനിയോട് ചോദിക്കുക, അനി എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഇവർ ഞെട്ടി കൈയൊക്കെ മാറ്റുകയാണ്, കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അനിയോട് നേരെ നോക്കിയിട്ട് നവീൻ ഒരു ഇഷ്ടക്കേടോട് കൂടി തന്നെ അനിയോട് പറയണം. കാരണം നവീൻ ഇഷ്ടപ്പെട്ട പെണ്ണാണ് നന്ദു എന്നുള്ള കാര്യം നവീൻ അനിയോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടക്കേട് കാണിക്കാൻ നവീൻ ചോദിക്കുക, അനി നീ എന്താ കാണിക്കുന്നത്? ഇങ്ങനെയാണോ പെൺകുട്ടികളോട് വഴി വെച്ചൊക്കെ പെരുമാറുന്നത്? എന്ത് മോശമാണ് നീ കാണിക്കുന്നത്? സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യും, നമ്മൾ ഫ്രണ്ട്സാണ്. പക്ഷേ ഇപ്പം നീ കാണിച്ച വളരെ ചീപ്പായിപ്പോയി എന്ന് പറയാണ്. അപ്പം അനി പറയാ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നവീനെ എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയാം, ഇല്ല ഞാൻ മിണ്ടാതിരിക്കില്ലെന്ന് പറയാം. നവീൻ അനിയുടെ കുത്തിന് കയറി പിടിക്കുകയാണ്. ഇപ്പം നന്ദുവിനോട് നീ പെരുമാറിയതുണ്ടല്ലോ അത് മോശമാണ്. ഒരു പെൺകുട്ടിയോട് വഴി വെച്ച് ഇങ്ങനെയാണോ നീ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അപ്പം നന്ദു പറയാ, എന്താ നവീനേട്ടാ ഇത്? അനി അങ്ങനെ പെരുമാറിയതില്ല, എനിക്ക് പരാതിയില്ല. പിന്നെ നവീനേട്ടൻ എന്താ പ്രശ്നമെന്ന് ചോദിക്കുക. നിനക്ക് പരാതിയില്ല അങ്ങനെയാണല്ലേ എന്നൊക്കെ ചോദിച്ച് നവീൻ അങ്ങ് ദേഷ്യപ്പെട്ട് തുള്ളിച്ചാടി അങ്ങ് പോവാണ്. അപ്പോഴേക്കും നന്ദു അവിടെ നിന്നിട്ട് പറയാ, അത് അനി നവീനേട്ടൻ്റെ പെരുമാറ്റത്തിലൊക്കെ എന്തോ ഒരു മാറ്റമുള്ള പോലെ തോന്നുന്നില്ലേ നിനക്കെന്ന് ചോദിക്കുമ്പോൾ അനി പറയാം, ശരിക്കും മാറ്റമുണ്ട് നന്ദു, ഞാൻ നിന്നോട് പറയാതിരുന്ന അവൻ്റെ മനസ്സിലും നീ ഉണ്ടെന്ന് പറയാണ്. അപ്പം നന്ദു അത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണേ. അപ്പം നന്ദു ചോദിക്കുക, എന്താ അനി പറയുന്നത്? നവീനേട്ടൻ്റെ മനസ്സിൽ ഞാനുണ്ടെന്നോ? എന്നിട്ട് ഒറ്റ പ്രാവശ്യം പോലും അയാൾ അത് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക. അപ്പം ഉടനെ അനി പറയുന്നുണ്ട്, അത് നിന്നോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, അത് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അവൻ്റെ മനസ്സിൽ നീയുണ്ട്, ഒരു പോലീസുകാരി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നീയാണ്, മറ്റാരും അല്ലെന്ന് പറയുമ്പം നന്ദു ഞെട്ടിത്തെറിച്ചിട്ട് പറയും, എന്നിട്ട് അനി നീ എന്നോടെന്താ പറയാതിരുന്നത്? അങ്ങനെ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചാണോ നവീനേട്ടൻ നടന്നിരുന്നത് ഇത്രയും നാളും? അതെനിക്കറിയില്ലായിരുന്നു. ഇതൊക്കെ വളരെ മോശമായിപ്പോയി. എന്നിട്ട് അത് നീ മനസ്സിലിട്ട് ഇങ്ങനെ കുരിപ്പിച്ചുകൊണ്ട് നടക്കുകയായിരുന്നല്ലേ? ചുമ്മാതല്ല നവീനേട്ടനും ഞാനും തമ്മിൽ സംസാരിക്കുമ്പോൾ നിനക്ക് ഇത്രയധികം ടെൻഷൻ, എന്നിട്ട് ഇതൊന്നും പറയാതിരുന്നത് എന്താ? വളരെ മോശമായിപ്പോയി എന്നൊക്കെ നന്ദു പറയാണ്. അപ്പോൾ അനി പറയും, എനിക്കത് പറയാൻ പറ്റിയില്ല. അന്ന് അവൻ എന്നോടത് പറഞ്ഞപ്പം അവൻ എൻ്റെ സുഹൃത്തായിരുന്നു, അതുകൊണ്ട് അവനോട് എനിക്ക് തുറന്ന് പറയാൻ പറ്റിയില്ല എൻ്റെ മനസ്സിൽ നീയാണെന്നും നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അത് അവൻ മനസ്സിൽ കൊണ്ട് നടന്നു. പക്ഷേ ഇപ്പം അവന് എൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് അനാമികയുമായിട്ടുള്ള ഡിവോഴ്സിൽ അവൻ കാലതാമസം വരുത്തുന്നത്. അവൻ വിചാരിച്ച ആ ഡിവോഴ്സ് നേരത്തെ കിട്ടിയേനെ, പക്ഷേ അവൻ അതിന് വിചാരിക്കുന്നില്ല നന്ദു എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, എല്ലാം കൂടി ഇങ്ങനെ ആയല്ലോ. ഇതിപ്പോൾ നിൻ്റെ കാര്യത്തിൽ അവന്തികയാണെങ്കിൽ എൻ്റെ കാര്യത്തിൽ നവീനേട്ടനാണല്ലോ. ചുമ്മാതല്ല വീട്ടിൽ വന്ന് അച്ഛനും അമ്മയുമായിട്ടൊക്കെ സംസാരിച്ചത്. അമ്മയ്ക്കും അച്ഛനും ഒക്കെ നവീനേട്ടനെ എന്നെയും വിവാഹം കഴിപ്പിക്കാൻ കുറച്ച് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ കാര്യം ഇങ്ങനെയൊക്കെ ആയല്ലോ, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിൽക്കുക. എന്നിട്ട് രണ്ടുപേരും കൂടെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നവീൻ ഉടക്കിയിട്ട് പോയിരിക്കുകയാണല്ലോ. അത് കഴിയുമ്പോഴേക്കും അനി വീട്ടിൽ ചെന്ന് കയറുക. വീട്ടിൽ ചെന്ന് ഭയങ്കര ടെൻഷനിലാണല്ലോ. അപ്പോൾ ചെന്ന് കയറുന്ന വഴി നമ്മുടെ ജാനകി തന്നെ അടുത്തേക്ക് വരിക. ജാനകി വന്നിട്ട് അനിയോട് പറയുന്നുണ്ട്, അനി നീ എന്തിനാ ഇങ്ങനെ ഇഷ്ടക്കേട് കാണിക്കുന്ന അവന്തിക മോളോട്? മോളിന്ന് ഭയങ്കര ടെൻഷനിലായിരുന്നു. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ അടുത്ത് പോയി കരഞ്ഞു പറഞ്ഞു. അന്ന് നവീനുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചപ്പോഴും നവീന് അവന്തിക മോളെ വേണ്ട, മറ്റാരെയും ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നാണ് അവന്തിക മോള് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത് അവൾക്കൊരു മോഹം കൊടുത്തത് നീയുമായിട്ടുള്ള വിവാഹമാണ്. അതിപ്പോൾ നീയും അവളെ വേണ്ടാന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് അത് സഹിക്കാനൊന്നും കഴിയില്ല എന്ന് പറയുക. അപ്പം ഉടനെ അനി പറയുക, അവൾക്ക് സഹിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇപ്പം പെട്ടെന്നൊരു കല്യാണാലോചന, ഇത്രയും നാൾ ഈ വീട്ടിൽ ഒന്നിച്ച് ജീവിച്ചിട്ട് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പം നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ തീരുമാനം എടുക്കുന്നത് എന്താ എന്ന് ചോദിക്കാണ്. അപ്പം ജാനകി പറയാ, അത് പിന്നെ നിൻ്റെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റുമോ? അനാമികയും നീയും ഒരുമിച്ചൊരു ജീവിതം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് അവളൊരു ഫ്രോഡായിരുന്നു. അവളുമായി ഡിവേഴ്സിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള നീ ഇനി ജീവിതം ഒറ്റയ്ക്ക് കഴിച്ചു കൂട്ടണം എന്നാണോ? അതോ ആ നന്ദുവിനെ മനസ്സിൽ കൊണ്ടു നടന്ന് അങ്ങ് ജീവിതം തീർക്കണം എന്നാണോ നിൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ അനി പറയാ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അതേസമയം നമ്മുടെ എ ജ്വല്ലറിയിലെ
ഡേവിഡും നാഗേന്ദ്രയും അബിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ നാഗേന്ദ്ര അബിയോട് പറയുന്നുണ്ട്, അബി, അവന്തിക മോളും അനിയുമായിട്ടുള്ള വിവാഹം ഏത് വിധേനയും നമുക്ക് നടത്തണം, അല്ലാതെ പറ്റില്ല. മോളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഞാൻ തന്നെയാണ് കുത്തിവെച്ചത്. അതിനി വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കത് അംഗീകരിക്കാനൊന്നും പറ്റില്ല. അതുമാത്രമല്ല, മൂർത്തീസ് ജ്വല്ലറിയിലെയും അനന്തപുരിയിലെയും സ്വത്തുക്കളൊക്കെ നമ്മുടെ കയ്യിലെത്തണമെങ്കിൽ, അധികാരം എത്തണമെങ്കിൽ അനന്തമൂർത്തിയെക്കാളും തല ഉയർത്തി ഞാൻ ആ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കണം. അതിന് അനി അവന്തികയുടെ ഭർത്താവാകണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് അബി, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അനാമികയുമായിട്ടുള്ള ഡിവോഴ്സ് കോമ്പൻസേഷൻ എന്തെങ്കിലും കൊടുത്താൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ അവൾക്കൊരു കോമ്പൻസേഷൻ കൊടുക്കാൻ അനി തയ്യാറല്ല. ആ കിഴങ്ങ മുത്തച്ഛനും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഒരു 10 പൈസ കോമ്പൻസേഷൻ കൊടുക്കണ്ടെന്ന്. എന്തെങ്കിലുമൊക്കെ കൈ അയച്ച് സഹായിച്ചാൽ അവളെ നമുക്ക് എളുപ്പം ഒഴിവാക്കാം അച്ഛാന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നാഗേന്ദ്ര പറയുന്നുണ്ട്, അനന്തപുരിക്കാരെന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കുമോയെന്ന് അറിയട്ടെ, ഇല്ലെങ്കിൽ അവളെ ഞാൻ ഒതുക്കിക്കോളാം എന്ന് പറയാണ്. ആ ഒരു കാര്യത്തിനൊക്കെ തീരുമാനമാവും എന്ന് നാഗേന്ദ്ര പറയുമ്പം അബി പറയുകയാണ്, ആ കാര്യത്തിന് തീരുമാനമാവും, പക്ഷേ മറ്റവളുടെ കാര്യത്തിൽ തീരുമാനമൊന്നും ആവില്ല. അതൊരു കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കാൻ പറ്റുന്ന കേസല്ല എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര ചോദിക്കുക, ആരുടെ കാര്യമാണ് നീ പറയുന്നത്? ആ നന്ദുവിൻ്റെ കാര്യം, SI നന്ദു ഇല്ലേ, നയനയുടെയും നവ്യയുടെയും അനിയത്തി, അവളുടെ കാര്യം. അവൾ ആ അനിയുടെ മനസ്സ് മുഴുവൻ. അതുകൊണ്ടല്ലേ അവൻ അനാമികയെ പോലും ഒഴിവാക്കിയത്. ഇനിയിപ്പം നന്ദുവിനെ ഒഴിവാക്കിയിട്ട് അവന്തികയെ വിവാഹം കഴിക്കാനൊന്നും അവൻ പോകുന്നില്ല. അവൻ ഒറ്റക്കാലിൽ നന്ദുവിനെ സ്മരിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. വിവാഹത്തിന് ഇരുവീട്ടുകാരൻ സമ്മതിക്കാത്തത് കൊണ്ട് മാത്രമാണ് പോകുന്നത്. പക്ഷേ അവർ രണ്ടുപേരും ഓരോ സ്ഥലത്ത് വെച്ച് കാണുന്നൊക്കെയുണ്ട്, ഉറപ്പാണെന്ന് പറയണം. അപ്പം നാഗേന്ദ്ര പറയാം, ശരിയാ, അത് ഉറപ്പാ. മോൾ എന്നോട് പറഞ്ഞിരുന്നു അനി ഇപ്പോഴും നന്ദുവിനെ കാണാൻ പോകുന്നുണ്ടെന്നും അവർ സംസാരിക്കുന്നുണ്ടെന്നും ഒക്കെ. അതനുസരിച്ച് ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു, അനിയുടെ പോക്കും വരവും ഒക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അയാൾ പറഞ്ഞു പല സ്ഥലത്ത് വെച്ചും അനി എന്നും തന്നെ നന്ദുവിനെ കാണുന്ന സംസാരിക്കുന്ന ഒക്കെ ഉണ്ടെന്ന്. അപ്പോഴേക്കും അബി പറയാണ്, ഇപ്പം മനസ്സിലായില്ല അച്ഛന്, പിന്നെ എങ്ങനെ അവളെ ഒഴിവാക്കിയിട്ട് അവന്തികയെ അനി വിവാഹം കഴിക്കും? അവനൊരു സഹോദരിയെ പോലെ അവന്തികയെ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുക. പിന്നെ ഇതൊക്കെ നടക്കാനൊന്നും പോകുന്നില്ല. അനിയുടെ കാര്യമല്ലേ, ആദർശിനേക്കാളും ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്യുന്നവനവൻ എന്ന് പറയണം. അപ്പം നാഗേന്ദ്ര പറയാ, അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ നന്ദു. അവൾ നമുക്കൊരു തടസ്സമായിട്ട് നിന്നെങ്കിൽ പിന്നെ അവളെ ഇല്ലാതാക്കുന്ന കാര്യം ഞാൻ അങ്ങ് തീരുമാനിക്കും. അല്ലാതെ ഇപ്പം ഇതിനൊരു പരിഹാരം ഇല്ലല്ലോ നന്ദു. അവളിപ്പോൾ ഇല്ലാതായാൽ ആർക്കാ നഷ്ടം? നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ഡേവിഡേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഡേവിഡ് പറയുന്നത്, എന്ത് നഷ്ടം? നമുക്ക് ഒരു നഷ്ടവും ഇല്ല, നമുക്ക് ലാഭമല്ലേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അവളെപ്പോലൊരു SI എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട്. അവളില്ലാതായ ഒരു SI അങ്ങ് ഇല്ലാതായി, അത്രയും നല്ലതെന്ന് പറയുകയാണ് കേട്ടോ ഡേവിഡ്. ഉടനെ തന്നെ നമ്മുടെ അബി പറയാണ്, നന്ദുവിനെ ഒഴിവാക്കാനൊക്കെ അച്ഛൻ നോക്കുന്നുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ കാര്യം കൂടി ഒന്ന് ശരിയാക്കി തരാൻ നോക്കണം. അവന്തികയുടെ മാത്രം ജീവിതം സേഫാക്കി വെച്ചാൽ പോരല്ലോ എന്ന് പറയണം. അപ്പം നാഗേന്ദ്ര ചോദിക്കുകയാണ്, അല്ല എന്താ നിൻ്റെ ജീവിതത്തിനൊരു പ്രശ്നം? നിനക്കല്ലേ AM ജ്വല്ലറിയും മുഴുവനായിട്ട് കിടക്കുന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, AM ജ്വല്ലറിയും എന്ത് കിട്ടിയാൽ എന്താ, ആ നവ്യ അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം, അവൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നവ്യ ഇങ്ങനെ സഹിച്ചങ്ങ് പോകുന്നതെന്ന് പറയുക. അപ്പോൾ നാഗേന്ദ്ര പറയാം, അക്കാര്യത്തിന് നമുക്കൊരു തീരുമാനം എടുക്കണം. നവ്യേക്കാളും നല്ല ഒരു ഭാര്യയെ നിനക്ക് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. സമയമാകുമ്പം അവളെ എടുത്ത് കളയുന്ന കാര്യം ഞാൻ ഏറ്റു, അതല്ലേലും നേരത്തെ ഉള്ളതാ. ഇപ്പം അവൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ഇപ്പം അതിലേക്ക് പോയി ഒരു വലിയ പ്രശ്നത്തിലേക്കൊന്നും എടുത്ത് ചാടാൻ നിൽക്കണ്ട. തൽക്കാലം അനന്തപുരിയിലുള്ളവരെ തോപ്പിച്ച് അവരെ കീഴടക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് ശേഷം മതി നവ്യെ ഒഴിവാക്കാൻ എന്ന് പറയണം. അബി പറയുന്നുണ്ട്, ശരി, ഇതൊക്കെ നടന്നാൽ മതി. അവളൊരു ഭാരം തന്നെയാണ്. ഇപ്പോഴും പല കാര്യങ്ങളിലും എന്നെ ചോദ്യം ചെയ്തുകൊണ്ട് വരുമ്പോഴുണ്ടല്ലോ കൊല്ലം പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം നാഗേന്ദ്ര പറയുന്നുണ്ട്, അതിനൊക്കെ ഇത്തിരി കൂടി ക്ഷമിക്കും മോനെ. പിന്നെ നീ ചെയ്ത കാര്യങ്ങളൊന്നും അത്ര നല്ലതല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പോഴും നീ ആ മാളവികയെ വളയ്ക്കാൻ നോക്കുന്നുണ്ടല്ലോ ഇവിടെ ജ്വല്ലറിയിൽ വന്നു കഴിയുമ്പം. അപ്പോഴേക്കും അബി പറയാ, എന്താ ഈ പറയുന്നത്? ഈ കളത്തിലൊക്കെ അച്ഛനോട് ആരാ പറഞ്ഞത്? അല്ല ആര് പറഞ്ഞാലെന്താ, അല്ല ഈ ഡേവിഡാണോ ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നാഗേന്ദ്ര പറയാ, ഡേവിഡൊന്നും അല്ല, പക്ഷേ എനിക്ക് പല കാര്യങ്ങളും CCTV വിഷ്വൽസിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. നീ ആ മാളവികയുടെ പുറകെ ഇങ്ങനെ ഒലിപ്പിച്ച് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ മോനെ, നിൻ്റെ പഴയ സ്വഭാവമല്ല എനിക്കറിയാവുന്നല്ലേ. പിന്നെ നീ ആ അനഘയോട് ചെയ്തത് അത് ഞാൻ മറന്നിട്ടില്ല എന്ന് പറയാണ്. അപ്പോൾ അബി ചോദിക്കുക, അച്ഛൻ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞോ? അനഘയോട് ഞാൻ എന്ത് ചെയ്തെന്നാ?
അനഘയെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അനഘയുടെ കുഞ്ഞ് അത് ആദർശിൻ്റെയാണ്, ചന്തുമോൾ ആദർശിൻ്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പം ഉടനെ തന്നെ ഡേവിഡ് പറയാ, അബിസാറേ വെറുതെ കിടന്ന് വീണിടത്ത് കിടന്ന് ഉരുളണ്ട. ഇപ്പം അബിസാർ അവിടെ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ ആ ആദർശം തന്നെയും പല കള്ളത്തരങ്ങളും മറച്ചു വെക്കുന്നത് കൊണ്ടാണ്. നവ്യയോട് അതൊന്നും തുറന്നു പറയാത്തത് കൊണ്ടാണ് നവ്യ അതൊന്നും അറിയാത്തത്. അത് ഞങ്ങൾക്കറിയാമെന്ന് പറയുമ്പം അബി ഞെട്ടിപ്പോവാണേ, ഇവർ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴേക്കും ഉടനെ തന്നെ നാഗേന്ദ്ര പറയാം, അതേ മോനെ, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടേ നീ ഇപ്പം നവ്യയുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ടേ ഞങ്ങളും കുറച്ചൊക്കെ കളിച്ചല്ലേ ഡേവിഡ് എന്ന് ചോദിക്കുക. അപ്പം ഡേവിഡ് പറയാം ശരിയാന്ന് പറയാം. അപ്പം അബി ചോദിക്കുക, എന്താ നിങ്ങൾ കളിച്ചേ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തറിയാം എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാം അറിയാം. നവ്യ സാമ്പിളുകളൊക്കെ ആയിട്ട് DNA ടെസ്റ്റിന് എൻ്റെ കയ്യിലാണ് കൊണ്ടു തന്നത്. റിസൾട്ട് പോലും വാങ്ങാതെ അത് ആദർശിൻ്റെ കുഞ്ഞാണെന്നും അബിയുടെ കുഞ്ഞല്ലെന്നും നവ്യയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതേ ഞാനാ. ഞാൻ പറഞ്ഞപ്പോൾ നവ്യ അതങ്ങ് വിശ്വസിച്ചു, ഒരു റിപ്പോർട്ട് പോലും വാങ്ങിച്ചു നോക്കിയില്ല. അതുകൊണ്ടല്ലേ ഇപ്പം അബിസാർ ഇങ്ങനെ നടക്കുന്നത്. അന്ന് സത്യസന്ധമായ ഒരു റിസൾട്ട് നവ്യയ്ക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് അബിസാർ ഇങ്ങനെ നടക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പം അബി ആകെ ചൂളിപ്പോവാ. അപ്പോൾ നാഗേന്ദ്രൻ അറിയാം, അതൊക്കെ വിട്, നമുക്ക് അനഘയും ഒഴിവാക്കാം. പക്ഷേ അബി നീ ഇപ്പം നിൻ്റെ കാര്യങ്ങളൊക്കെ നേരെ നടത്തണം എന്ന് പറയാണ്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, അതെ നാഗേന്ദ്ര സാറേ, നമുക്ക് കുറച്ച് സ്വർണം വരാനുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. അതെത്രയും പെട്ടെന്ന് നമ്മുടെ ജ്വല്ലറികളിൽ എത്തിച്ച് അതെല്ലാം ഗോൾഡൻ ഓർണമെൻറ്റ്സ് ആക്കി മാറ്റണം. എന്നിട്ടത് വിറ്റഴിക്കണം, അങ്ങനെ ലാഭം ഉണ്ടാക്കണം. അപ്പം കുറേ സ്വർണം എയർപോർട്ട് വഴി വരുന്നുണ്ട്, അതിൻ്റെ ക്യാരിയേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആ സ്വർണം പോലീസ് പിടിക്കാതെ നമ്മുടെ ജ്വല്ലറിയിൽ എത്തിക്കാൻ നോക്കണം എന്ന് പറയണം. അപ്പം ഡേവിഡിനോട് ഉടനെ തന്നെ നാഗേന്ദ്ര പറയുന്നുണ്ട്, അതിന് താനും അതുപോലെ ദേ ഇവനും അബിയും ശ്രമിക്കണം എന്ന് പറയുമ്പോൾ അബി പറയാ, അതിനൊക്കെ ഞാൻ നല്ല എക്സ്പേർട്ടാണ്, ഇതിനു മുമ്പും ഈ പണിയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അച്ഛാന്ന് പറയാം. നീ കാര്യത്തിലൊക്കെ മിടുക്കനാണെന്ന് എനിക്കറിയാം, പക്ഷേ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം, പോലീസിന് ഈ വിവരം എങ്ങാൻ ലീക്കായാലുണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊന്നും സംഭവിക്കില്ല, ഞാനിതൊക്കെ മൂർത്തീസ് ജ്വല്ലറിയിലും ചെയ്തതാ, പക്ഷേ അത് പിടിക്കപ്പെട്ടു, അതോടുകൂടി എന്നെ അവിടെ നിന്ന് പുറത്താക്കി, അത്രേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ ഉടനെ ഡേവിഡ് പറയുന്നുണ്ട്, ശരി ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്തോളാം എന്ന് പറയാം. അങ്ങനെ ഇവരുടെ സ്വർണം പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്, പല ക്യാരിയേഴ്സുമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മുടെ നവ്യ അറിയാണ്. ഒരു ദിവസം ഡേവിഡ് ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് കുറച്ച് പേരോട്, നിങ്ങളെല്ലാം റെഡിയായി നിന്നോണം, അവിടെ വരുന്നുണ്ട് സ്വർണം, ഒരു ഈച്ച പോലും അറിയാതെ ആ സാധനം നമ്മുടെ അടുത്ത് എത്തണം എന്നൊക്കെ പറയാണ് കേട്ടോ. പല വണ്ടികളിലായിട്ട് വരുന്നുണ്ട്, പോലീസ് അതിനെ റെയ്ഡ് ചെയ്താൽ മൊത്തം പ്രശ്നമാകും എന്നൊക്കെ പറയാം. ഇത് നമ്മുടെ നവ്യ കേൾക്കുന്നുണ്ട്. അപ്പം നവ്യയ്ക്ക് സംഭവം പിടികിട്ടുകയാണ് കേട്ടോ. കള്ള സ്വർണം വരുന്നുണ്ട്, അതെങ്ങനെയെങ്കിലും നന്ദുവിനെ അറിയിച്ചു കഴിഞ്ഞാൽ അത് പൊക്കിക്കോളും, പൊക്കി ഡേവിഡിനെ അറസ്റ്റ് ചെയ്യും, അത് സംഭവിക്കണം എന്ന് മനസ്സിലാക്കുകയാണ്. അങ്ങനെ നവ്യ ഫ്രണ്ട് വഴി ഒരു മെസ്സേജ് അയപ്പിക്കുകയാണ് നമ്മുടെ നന്ദുവിന്, ഇന്ന വഴിയിൽ കൂടി സ്വർണം വരുന്നുണ്ട്, അത് പൊക്കാൻ പറ്റണം, റെയ്ഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ. നന്ദു ഈ വിവരം കിട്ടുമ്പോൾ തന്നെ നന്ദു അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയാണ്. പോലീസുകാർക്കെല്ലാം അതനുസരിച്ചുള്ള വിവരങ്ങളും കൊടുക്കുകയാണ്. അങ്ങനെ ഡേവിഡിനും എയും ജ്വല്ലറിക്കും വരുന്ന കള്ള സ്വർണം പിടിക്കുകയാണ് കേട്ടോ. പല സ്ഥലത്തു നിന്നായിട്ട് പിടിക്കുന്നുണ്ട് കുറേ സ്വർണം. അങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ക്യാരിയേഴ്സിനെ എല്ലാം പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അവരെയെല്ലാം ചോദ്യം ചെയ്യുകയാണ്, ഇത് എവിടത്തേക്ക് വേണ്ടി കൊണ്ടുവന്നതാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അവരൊന്നും പറയാൻ മടിക്കുകയാണ്, ഇല്ല അതൊന്നും പറയില്ല എന്നുള്ള രീതിയിൽ തന്നെ അവർ നിൽക്കുകയാണെങ്കിലും നന്ദുവിന് കാര്യങ്ങൾ അറിയാം, എയും ജ്വല്ലറിക്കും ഡേവിഡിനും വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം. അങ്ങനെ നന്ദു നേരെ എയും ജ്വല്ലറിയിലേക്ക് എത്തുകയാണ്, ഡേവിഡിൻ്റെ മുമ്പിൽ എത്തുക. അപ്പോൾ ഡേവിഡ് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ മേഡം ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ തന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാന്ന് പറയാം. അപ്പോൾ ഡേവിഡ് ചോദിക്കുക, അതെന്താ മേഡത്തിന് ആളെ മനസ്സിലാവാതെയാണോ, എന്തിനാ ഇപ്പം എന്നെ അറസ്റ്റ് ചെയ്യുന്നത്, കാര്യം എന്താണെന്ന് തെളിച്ച് പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, കാര്യം പറഞ്ഞാലേ താൻ വരുവുള്ളൂ, താൻ ചെയ്ത കാര്യങ്ങളൊക്കെ എന്താണെന്ന് താൻ തന്നെ ചിന്തിച്ചു നോക്കാൻ പറയാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, അപ്പം ഈ വന്ന സ്വർണ്ണമൊക്കെ എയും ജ്വല്ലറിക്ക് വേണ്ടി, അതായത് തനിക്ക് വേണ്ടി വന്ന സ്വർണ്ണമല്ലേ, ഈ കള്ളക്കടത്ത് സ്വർണ്ണം മുഴുവൻ പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരിലാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, വെറുതെ നിങ്ങൾ ഇതൊക്കെ പറയാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും തെളിവ് നിൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് നന്ദുവിനോട് ചോദിക്കുക. നന്ദു പറയുന്നുണ്ട്, കേടറ വണ്ടിയിൽ തെളിവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ധാരാളം ഉണ്ട്, വണ്ടി കയറിക്കോളാൻ പറയാണ്. അപ്പോൾ ഡേവിഡ് വിളിക്കുന്നുണ്ട്, നന്ദു ഈ ചെയ്യുന്നതിന് കണക്ക് പറയേണ്ടി വരും, ഓർത്തോ, ഇപ്പം എന്നെ ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിന് നന്ദു കണക്ക് പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ നന്ദു പറയാം, ആ കണക്കൊക്കെ ഞാൻ പറഞ്ഞോളാം, താൻ തൽക്കാലം വണ്ടിയിലേക്ക് കയറുമെന്ന് പറഞ്ഞ് ഡേവിഡിനെ ജ്വല്ലറിയിൽ നിന്ന് വലിച്ച് സ്റ്റാഫിൻ്റെ എല്ലാം മുന്നിൽ കൂടി ഇറക്കി വണ്ടി കയറ്റി ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കേട്ടോ.
അതോടുകൂടി നമ്മുടെ നാഗേന്ദ്ര അഭിയൊക്കെ പിടിക്കപ്പെടാൻ പോവാണ്. നാഗേന്ദ്രയ്ക്ക് പിന്നെ ചുമ്മാതിരിക്കാൻ പറ്റുമോ? നന്ദുവിനോട് അല്ലെങ്കിൽ തന്നെ ശത്രുതയായിരുന്നു ആനിയുടെ കാര്യത്തിൽ, അവന്തികയുടെ വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഡേവിഡിനെ അറസ്റ്റ് ചെയ്യുകയും സ്വർണ്ണം റെയ്ഡ് ചെയ്ത് പൊക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് തന്നെ നന്ദുവിനെ തീർക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് കേട്ടോ നമ്മുടെ നാഗേന്ദ്ര. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്